ആലപ്പുഴയിലെ ഒരു ഹൗസ് ബോട്ടിൽ നിന്നുള്ള വളരെ മനോഹരമായ ഒരു യാത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് എടുത്തിരിക്കുന്ന പാക്കേജ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ അടങ്ങുന്ന ഒരു പാക്കേജാണ്. ഞങ്ങളുടെ ബോട്ടിൽ ഞങ്ങളുടെ ഡ്രൈവറും കുക്കും ഒരു അസിസ്റ്റൻറ്റും കൂടെ ഉണ്ട്. നമ്മളോടൊപ്പം തന്നെ ഒത്തിരി ഹൗസ് ബോട്ടുകളും അതുപോലെ മറ്റ് ബോട്ടുകളുമൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങളിവിടെ നിന്നും യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി നാളെ ഈ സമയമാകുമ്പോൾ ഞങ്ങൾ തിരിച്ച് ഇവിടെ തന്നെ എത്തും. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഹൗസ് ബോട്ട് യാത്ര എന്ന് പറയുന്നത് ഒരു ബോറൻ പണിയായിരിക്കുമെന്നാണ്. കാരണം വെറുതെ ഒരു ബോട്ടിനകത്ത് ഇങ്ങനെ ഇരുന്ന് നീങ്ങി സമയം ചിലവഴിക്കാം എന്നുള്ളതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്ത. എന്നാൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഇതേ കണ്ടോ, അങ്ങ് ദൂരെ നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന മറ്റൊരു ഹൗസ് ബോട്ട്. ഇതാണ് ഇവരുടെ ഡൈനിങ് ഏരിയ. സമയം പോയത് അറിഞ്ഞില്ല, അതിനിടയ്ക്ക് ഉച്ചയായി. ഇത് വിഭവസമൃദ്ധമായ ഊണ് റെഡിയായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ നാടൻ വിഭവങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ രുചികരമായ ഊണാണ്. നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വിഭവങ്ങൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആദ്യമേ പറഞ്ഞിരുന്നാൽ അത് അവർ തയ്യാറാക്കി തരും. പിന്നെ നമ്മുടെ സ്വന്തം കരിമീൻ ഫ്രൈയും ഉണ്ടായിരുന്നു. ഊണ് കഴിഞ്ഞ് കായലോളം കൂടെ തണുത്ത കാറ്റേറ്റ് ഒന്ന് വിശ്രമിക്കാം. ഇങ്ങനെ പ്രകൃതി മനോഹരമായ കാഴ്ചകൾ കണ്ട് കാറ്റിന്റെ തണുവാർന്ന തലോടലുമേറ്റ് ഈ കായൽപ്പരപ്പിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് മാത്രമല്ല നമ്മുടെ മനസ്സിനും നല്ലൊരു കുളിർമ അനുഭവപ്പെടും. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചില ഐലൻഡുകൾ നമുക്ക് കാണാം. അവിടെ റിസോർട്ടുകളും അതുപോലെ കടകളുമൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ഇറങ്ങി അത്യാവശ്യത്തിനുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും. അതുപോലെ ഈ കായലിൽ നിന്ന് പിടിച്ച മീനുകൾ വിൽക്കുന്ന ഫിഷ് സ്റ്റാളുകൾ ഇവിടെയുണ്ട്. നമ്മൾ ഈ കായൽ മീൻ വാങ്ങി നമ്മുടെ ബോട്ടിലെ കുക്കിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ കുക്ക് നമുക്ക് നന്നായി അത് പാചകം ചെയ്തു തരും. ഇവിടെ പ്രോൺസ് ഉണ്ട്, അതുപോലെ ഞണ്ടുണ്ട്, ജീവനുള്ള ഞണ്ടാണ് കേട്ടോ. നമ്മുടെ കരിമീനുണ്ട് ഇവിടെ. പിന്നെ കായൽ മത്സ്യങ്ങൾ ഇഷ്ടമില്ലാത്തവർക്ക് കടൽ മത്സ്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്നതെല്ലാം കടൽ മത്സ്യങ്ങളാണ്. നല്ല ചൂരയും നെമ്മീനും കണവയും കലവയും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കടൽ മത്സ്യങ്ങൾ ഇവിടെ കിട്ടും. ഞങ്ങൾ കുറച്ച് കായൽ ഞണ്ട് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ വാങ്ങിയ മീന് ഇവിടെ അടുത്ത് തന്നെ ഒരു മീൻ വെട്ടുന്ന ഒരു ഷോപ്പുണ്ട്. അവിടെ കൊണ്ടുചെന്ന് നമുക്ക് മീൻ വെട്ടി വാങ്ങാവുന്നതാണ്. ഈ മീൻ വാങ്ങുന്നതിനും അതുപോലെ മീൻ വെട്ടുന്നതിനുമൊക്കെ നമ്മൾ പൈസ കൊടുക്കണം. ഈ മീൻ വെട്ടി നൽകുന്നതൊക്കെ അവർക്ക് ചെറിയൊരു ബിസിനസ്സാണ്. എന്തായാലും ജീവനുള്ള ഞണ്ടിനെ കട്ട് ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്നത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. പിന്നെ നമുക്ക് ഈ ബോട്ടിനുള്ളിൽ നിന്ന് പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും എൻജോയ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കവേ തന്നെ സമയം വൈകുന്നേരമായി. ഈ കായലിലെ വൈകുന്നേരം കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാമോ? രാത്രിയായി കഴിഞ്ഞാൽ ബോട്ട് യാത്ര ചെയ്യുകയില്ല. എല്ലാ ബോട്ടുകളും കൂടെ ഇവിടെ ഒരു സ്ഥലത്ത് വരിവരിയായി അടുക്കിയിടും. രാത്രിയിലുണ്ടല്ലോ ഈ കായലിൽ നിന്ന് വരുന്ന കാറ്റിന്റെ തണുപ്പും മരച്ചില്ലകളിൽ ചെറിയ കാറ്റടിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദവും കാക്കിളികളുടെ മനോഹരമായ പാട്ടും ഒക്കെ കൂടെ ഒരു വല്ലാത്തൊരു വൈബാണ്. പക്ഷേ രാത്രി പുറത്തുള്ള വെളിച്ചക്കുറവ് കാരണം വീഡിയോ ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നാളെ രാവിലെ കാണാം.
വാവ്, നേരം പുലർന്നപ്പോഴുള്ള മനോഹരമായ കാഴ്ചയാണിത്. ആളുകൾ അതിരാവിലെ അവരുടെ നിത്യജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അത്ലറ്റ്സും മീൻപിടുത്തക്കാരും അങ്ങനെയുള്ളവരൊക്കെ അവരുടെ ഡെയിലി ആക്ടിവിറ്റികളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കും. അതൊക്കെ നോർമലായിട്ടുള്ള ഡെയിലി ആക്ടിവിറ്റികളാണ്. എന്നാൽ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ വളരെ മനോഹരമായി തോന്നുന്നുണ്ട്. കണ്ടോ, ലേഡീസ് ഉൾപ്പെടെയുള്ള സംഘം എത്ര മനോഹരമായിട്ട് വളരെ വേഗത്തിലാണ് തുഴഞ്ഞു പോകുന്നത്. എന്തായാലും ഈ പ്രദേശത്തെ ഒട്ടനവധി ജനങ്ങൾ ഈ ഏരിയയിൽ ടൂറിസം കൊണ്ട് ജീവിക്കുന്നുണ്ട്. ഇന്നലെ സന്ധ്യാസമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ കുറച്ചുപേർ മീൻ ചൂണ്ടയിട്ട് പിടിക്കുന്നത് കണ്ടു. അതുപോലെ ചെറിയ വല കൊണ്ട് മീൻ പിടിക്കുന്നവർ, ഹൗസ് ബോട്ട് ഉടമകൾ, സ്പീഡ് ബോട്ട് ഉടമകൾ, അല്ലാതെ സാധാരണയായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് ബോട്ടുകളുള്ളവർ, അതുപോലെ ഹൗസ് ബോട്ടുകളിലും ഈ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഷോപ്പുകളിലും ഒക്കെ തൊഴിലാളികളായി നിൽക്കുന്നവർ, ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള ബോട്ട് സർവീസുകൾ നടത്തുന്നവർ, ലൈഫ് ഗാർഡുകൾ, മസാജ് സെൻറ്റർ ജീവനക്കാർ, അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ ഈ ഏരിയ കൊണ്ട് ഉപജീവനം കഴിക്കുന്നുണ്ട്. കൂട്ടുകാരെ, ഞങ്ങൾ എന്തായാലും ഈ ബോട്ടിൽ നിന്നും യാത്ര പറയേണ്ട സമയമായിരിക്കുകയാണ്. വളരെ മനോഹരമായ പ്രകൃതി സൗന്ദര്യം പ്രദാനം ചെയ്ത ഈ ബോട്ട് യാത്ര ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഓർമ്മയുടെ താളുകളിൽ സൂക്ഷിക്കപ്പെടാൻ കഴിയുന്ന ഒന്നാണ്. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊരു യാത്ര ചെയ്യണം. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.